ടോവിനോട് പേഴ്സണലി ഒരുപാട് ബന്ധമുണ്ട്. ടോവിനോട് സ്വഭാവം കാണിക്കുന്ന എല്ലാം വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് നടന്മാർക്ക് ജാടയില്ലായിരുന്നു. ഇന്ന് അത് കുറഞ്ഞ് ജാട എന്ന് പറഞ്ഞ സംഭവം വന്നു. ഏത് നടനാണെങ്കിലും നടിയാണെങ്കിലും അത് തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് നടികർന്ന സിനിമ. ടോവിനോ ആണ് പരിപാടി. അയ്യോ ഇത്രയും നല്ല അടിച്ചുപൊളി പടമല്ല. എല്ലാം ഇഷ്ടമായി. ഭയങ്കര കരച്ചിലായിരുന്നു. ആദ്യം അവസാനമൊക്കെ കരച്ചിൽ. ഇതിനകത്ത് എടുത്തുകൊണ്ടത് ടോവിയുടെ പെർഫോമൻസും ടോവിയുടെ ലുക്സും നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ. പണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു മടുപ്പുമില്ല. ഒരു മണിക്കൂർ പടം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. 2.5 മണിക്കൂർ പടം. ഹണിബി 2-ന് ശേഷം ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനാണ് നമ്മുടെ ലാൽ ജൂനിയർ അഭിനയിച്ചിരിക്കുന്നത്. ധൈര്യത്തോടെ വന്ന് ടിക്കറ്റ് എടുത്ത് കാണാം. എൻ്റെ ഉറപ്പാണ്. ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്ത് വന്ന് കാണാം. നല്ലൊരു എൻ്റർടൈനറാണ്. ലാഗ് ഒട്ടുമില്ല. സിനിമയ്ക്കുള്ള സിനിമയാണ്. സാധാരണ കാണിക്കുന്ന സിനിമയ്ക്കുള്ള സിനിമയാണ്. ടോവിനോട് പേഴ്സണലി ഒരുപാട് ബന്ധമുണ്ട്. ടോവിനോട് സ്വഭാവം കാണിക്കുന്ന നല്ലൊരു എൻ്റർടൈനറാണ്. നല്ല മെസ്സേജ് ഉണ്ട്. പിന്നെ ഭാവനയുടെ അഭിനയമാണ്, സൗബിൻ്റെ അഭിനയമാണ്. മെത്തേഡ് ആക്ടിങ് ആണ് കൂടുതൽ കാണിക്കുന്നത്. മിക്ക ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സാണ്. ലാലേട്ടൻ കൂടെ വളരെ ചുരുക്കം ബോൺ ആക്ടേഴ്സേ ഉള്ളൂ. നല്ല ഫിലിമാണ്. സിനിമയ്ക്കുള്ള സിനിമയാണ്. ഹിറ്റായി. ഇതിനകത്ത് എടുത്തുകൊണ്ടത് ടോവിയുടെ പെർഫോമൻസും ടോവിയുടെ ലുക്സും നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഭാവനയുടെ കംബാക്ക് എന്ന രീതിയിൽ നല്ലൊരു മൂവി തന്നെയായിരിക്കും. പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവങ്ങളാണ്. പിന്നെ ഏറ്റവും എനിക്ക് ഈ മൂവിയിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഫ്രെയിംസ്, ക്വാളിറ്റി ഫ്രെയിംസ്, കളർഫുൾ ആൻഡ് കോസ്റ്റ്യൂം. അത് കിണ്ണം കാഴ്ച ചെയ്ത വേറെ ടോവിനോട് ഇത്രയും ലുക്കിൽ നമ്മൾ ആക്ച്വലി ഈ മൂവിയിലേക്കും കാണുന്നത്. അതും ഡിഫറെൻറ്റ് ലുക്സ്. ഒരു പല മൂവിയുടെ ഷൂട്ട്സ് കൊണ്ട് കാണുമല്ല പല ലുക്കിൽ ഡിഫറെൻറ്റ് ലുക്കിൽ മുടി നീട്ടി വളർത്തി ഇതെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അതിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവി ആയിരിക്കും. എന്നാൽ കഥയുണ്ട് താനും ചുമത്ത് തട്ടിക്കൂട്ട് സെറ്റപ്പ് അല്ലതാനും. സോ നൈസായിരുന്നു. അതെ പറയാം, ലാൽ ജൂനിയറുടെ പടം എപ്പോഴും ഒരു വൈബ് മൂവിയായി. ഇത് പക്ഷേ കുറച്ച് വൈബ് മാറ്റി പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഇമോഷണൽ ട്രാക്ക് ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് അപ്പോൾ കുറച്ച് ഇമോഷണൽ ഡെപ്ത് കൊടുത്ത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതാ പറഞ്ഞത് ലാൽ ജൂനിയറിൻ്റെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷയില്ല. ഇവിടെ ഹാപ്പിലി സാറ്റിസ്ഫൈഡ്. അങ്ങനത്തെ ഒരു കാറിക്ക് ഇത് ചെയ്യേണ്ട ഒരു മാസ് പടമല്ല. ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കോമഡി ഉണ്ട്. അത്യാവശ്യം കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തല്ലുമാല പറഞ്ഞ സിനിമ അല്ലേ ഇത്? ഇത് അങ്ങനെ ഒരു വലിയ കളർഫുൾ സിനിമ അല്ലേ ഇതൊരിക്കലും. ഇതൊരു ഇമോഷണൽ, ഒരു ആക്ടറുടെ ഒരു ഇമോഷണൽ ജേണിയാണ് ഈ പടം. തല്ലുമാല അടിച്ചുപൊളി പടമല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇതൊരു ആക്ടറുടെ ജേണിയാണത്. ഭാവന ചെയ്യുമ്പോൾ പോയിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് കുറെ പടം വന്നിട്ടില്ലേ? രണ്ട് പടം ഇറങ്ങിയാലോ. എല്ലാവരും അത് അനൗൺസ് ചെയ്തിട്ടില്ല, പറയാം. കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. അത്രയും സ്പീഡിലാണ് പടം പോകുന്നത്. എത്രയും നല്ല ഇമോഷണലും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് റോൾ ചെയ്ത് സൗബിൻ തകർത്തും. സൗബിൻ്റെ റോള് എന്നിട്ട് പടത്തിൻ്റെ ഒരു ഗതി മാറ്റുന്നൊരു കഥാപാത്രമായിട്ടാണ് സൗബിൻ വരുന്നത്. സൗബിൻ അത് 100% കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്. അതായത് ലാലിൻ്റെ കൈയടക്കത്തോടെ ലാലും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ജൂനിയർ ലാല് സൂപ്പറായിട്ട് പടം കൈയടിച്ചിട്ടുണ്ട്. എന്നിട്ട് മസ്റ്റ് വാച്ചാണ്. അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനിങ് തകർത്ത് എല്ലാം എന്ന് വെച്ചാൽ മോശം സിനിമ. നമ്മുടെ അന്വേഷണം കണ്ടത് മൂവിയില്ലേ, അതിനുശേഷം ടോവിനോടെ നല്ലൊരു സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതയുള്ളൊരു മൂവിയാണ് കണ്ടത്. പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമ തുറന്നു കാണിച്ചൊരു മൂവിയാണ്. ഇതിൽ ഫസ്റ്റ് സിനിമ കാണിക്കുമ്പോൾ പ്രേം നസീർ സാറില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് നടന്മാർക്ക് ജാടയില്ലായിരുന്നു. ഏതാളും ചെന്ന് ഒരു ഫോട്ടോ എടുക്കാൻ, അന്ന് ഫോട്ടോ ഇല്ലെങ്കിലും നമ്മൾ പരിചയപ്പെടാൻ ചെന്ന് കഴിഞ്ഞാൽ അന്ന് മനുഷ്യത്വമായിരുന്നു. ഇന്ന് അത് കുറഞ്ഞ് ജാട എന്ന് പറഞ്ഞ സംഭവം വന്നു. ഏത് നടനാണെങ്കിലും നടിയാണെങ്കിലും അത് തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് നടികർന്ന സിനിമ. അതിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സൗബിനിക്ക മഞ്ഞുമൽ ബോയ്സിന് ശേഷം നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനൂപേട്ടൻ എന്ന് പറഞ്ഞ അനൂപേനൻ ചേട്ടൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ക്ലൈമാക്സ് വേറെ ലെവലാണ്. അത് പറയുന്നില്ല, എല്ലാവരും കാണാനുള്ളതുകൊണ്ട്. ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറെ ലെവലിലേക്ക് പോയി. എന്തായാലും നല്ലൊരു മൂവിയാണ്. ലാൽ ജൂനിയറിൻ്റെ മറ്റുള്ള സിനിമകൾ നമ്മൾ കണ്ട ഏറ്റവും നല്ലൊരു മൂവിയാണിത്. സിനിമയ്ക്കുള്ളൊരു സിനിമയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു മൂവി, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. ഫാമിലി മൂവി എന്ന് പറയും. സിനിമയ്ക്കുള്ളിലെ സിനിമ അടിപൊളി. എല്ലാവരും അഭിനയം നന്നായിട്ടുണ്ട്. ഫാമിലിക്ക് ഒരു കുഴപ്പമില്ല. ഫാമിലി കാണാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഫാമിലി മൂവിയാണ്. നല്ല എൻ്റർടൈനറാണ്. നമുക്ക് കാണാവുന്നതാണ്. ചെറിയ വേഷം ഇല്ല. നന്നായിരുന്നു. അവനെ എസ്റ്റാബ്ലിഷ് നടിയല്ലേ, നന്നായിരുന്നു. എല്ലാവരും നന്നായിരുന്നു. ആരും മോശം പറയാൻ പറ്റില്ല. നന്നായിരുന്നു.
സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കരായിട്ട് ഗംഭീരമായിട്ട് ആറാടി തിമിർത്ത് അഭിനയിച്ചാണ്. ഒരു രക്ഷയില്ല. ഒരു സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഇതാണ്. അഭിനയം പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഓരോ വ്യക്തികൾക്കുള്ളിൽ ഇറങ്ങിയിട്ട് നമ്മളെ അഭിനയം പഠിക്കാൻ പറ്റുള്ളൂ. ഒരു ആക്ടിംഗ് ക്ലാസ് പോലെയാണ് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നിയത്. അപ്പോൾ ഭാവനയുടെയും ടൊവിനോയുടെയും ഗംഭീര പെർഫോമൻസ് ആണ്. ഹണി ബി 2-ന് ശേഷം ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനാണ് നമ്മുടെ ലാൽ ജൂനിയർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗംഭീര സിനിമ, നല്ല കളർഫുൾ. പണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു മടുപ്പുമില്ല. ഒരു മണിക്കൂർ പടം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. 2.5 മണിക്കൂർ പടം അതുപോലത്തെ എൻ്റർടൈനിങ് കേട്ടോ. സൂപ്പർ പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ. കൊള്ളാം, നല്ല പടം. അതെ അതെ, ഇമോഷനാണ് എന്നാലും വർക്ക് അടിപൊളിയാണ്. മ്യൂസിക് എല്ലാം സെറ്റാണ്. ഭാവന കുറച്ചേ ഉള്ളൂ. ടൊവിനോ ആണ് പരിപാടി. അയ്യോ ഇത്രയും പേര് അല്ല, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, സൂപ്പറായിരുന്നു, ഇഷ്ടമായി. എല്ലാവരും നല്ലായിരുന്നു. ടൊവിനോ നല്ല ഭംഗിയാണ്, നല്ല ഭാവന നല്ലതായിട്ടുണ്ട് എല്ലാവരും. മറ്റേ സൗബിൻ സൂപ്പർ, എല്ലാവരും നല്ല, എല്ലാം ഇഷ്ടമായി എന്നാണ്. ഭയങ്കര കരച്ചിലായിരുന്നു, ആദ്യം അവസാനമൊക്കെ കരച്ചിൽ. ഇഷ്ടപ്പെട്ടോ? ടൊവിനോയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഫൈറ്റ് ഒക്കെ ഉണ്ടോ? ഇല്ല. ഇടിയൊക്കെ ഉണ്ടോ അതില്? ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭാവനയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞോ? ഇഷ്ടപ്പെട്ടോ? കുറേ എലമെന്റ്സ് ഇവിടെ അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് ആ ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ഉണ്ടാക്കിയത്. അത് ആർജിയും ഞാനും ഒരുമിച്ച് ഡിസൈഡ് ചെയ്താണ്. പിന്നെ ഒബ്വിയസ്ലി ജീൻ വാസ് ഓൾസോ ദർ, സോ വി വർ തിങ്കിങ് കളർ ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു അത് ചെയ്യുന്നത്. ജിപ്സി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു എന്താ പറയുക, ലൈക്ക് ഹീസ് എ കുറച്ച് സെമി ബോഹോ ടൈപ്പ് ആണെങ്കിലും ആൾക്ക് നെയിൽ പോളിഷ് ഇട്ടാലും കുഴപ്പമില്ല, ജ്വല്ലറി ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ജനറൽ ന്യൂട്രൽ ആണെങ്കിൽ പറയാം. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ ഭയങ്കര നാച്ചുറൽ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹി ലവ്സ് നേച്ചർ എ ലോട്ട്. ആർമിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരാളാണ്. ആ ഒരു ക്യാരക്ടർ ആണ് ആ കോസ്റ്റ്യൂം കൂടി ഞാൻ കൊണ്ടുവരാൻ നോക്കിയത്. ഈ സിനിമയിൽ ഭയങ്കര ഇമോഷണൽ സീക്വൻസിൽ ഒരു ഫുൾ ഷർട്ട് ഇടുന്നില്ലേ ടൊവിനോ, സെക്കൻഡ് ഹാഫിൽ മെയിൻ ഒരു സീക്വൻസ്, അത് അതിൻ്റെ ഫൈൻഡിങ് എങ്ങനെയായിരുന്നു? അതിൻ്റെ ബേസിക്കലി അതൊരു ക്യാരക്ടറിൻ്റെ ആയിട്ട് കോസ്റ്റ്യൂമായിട്ടാണ് ഞാൻ അത് എടുത്തത്. സോ അത് ഒരു വിൻ്റർ സീനാണ്. അപ്പോൾ അതുകൊണ്ട് ടേർട്ടിൽ നെക്ക്, ഫുൾ സ്ലീവ്, പിന്നെ ആ മൂവിയുടെ കളർ പാലറ്റ് അതായിരുന്നു. അതുകൊണ്ട് ആ ഒരു കളറും, സോ അതായിരുന്നു അതിൻ്റെ ഒരു. അല്ലാതെ നടിക്കുന്ന ഒരു കളർ പാലറ്റ് ഉണ്ടായിരുന്നോ? ടോട്ടലി ഇപ്പോൾ സുരേഷ് കൃഷ്ണയുടെ കോസ്റ്റ്യൂംസ് എടുക്കുകയാണെങ്കിലും ബാലുവിൻ്റെ കോസ്റ്റ്യൂംസ് എടുക്കുകയാണെങ്കിലും എല്ലാം ഭയങ്കര വൈബ്രൻ്റ് അല്ലേ? ഒരു യെല്ലോ, റെഡ്, ഗ്രീൻ, അങ്ങനത്തെ ഭയങ്കര കണ്ണടിച്ചും അങ്ങനത്തെ കളേഴ്സ് അല്ലേ? ആ പാലറ്റ് വെച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തതാണോ അങ്ങനത്തെ? ആക്ച്വലി കളർ പാലറ്റായിട്ട് ഉണ്ടായില്ല കംപ്ലീറ്റ് മൂവിനെ നോക്കുവാണെങ്കിൽ. പക്ഷേ ജീനിന് കളർ വേണമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവരാൻ എല്ലാം മിക്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിന് ഡിഫറെൻറ്റ് നമ്മൾ ഒരു കോസ്റ്റ്യൂം വൈസ് കൊടുത്തിട്ടുണ്ട്. നല്ല പടമാണ്. എല്ലാവർക്കും കണ്ടിരിക്കുന്ന പടമാണ്. തീർച്ചയായിട്ടും അടിപൊളിയാണ്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനൊരു പെർഫോമൻസ് കാണാൻ പറ്റിയ സന്തോഷം. വേണ്ട എടുക്കണ്ട, എനിക്ക് പടം ഇഷ്ടമായില്ല, ഞാനൊന്നും പറയുന്നില്ല. അല്ല അതാ പറഞ്ഞു, എനിക്ക് അല്ല അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാനുള്ള, എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ അതുകൊണ്ടൊന്നും പറയാനുള്ള. ഇല്ല, എനിക്ക് എൻ്റർടൈൻ ചെയ്യണ ഒരു സംഭവത്തിൽ എനിക്ക് കിട്ടിയില്ല. അത് സെക്കൻഡ് ഹാഫൊക്കെ ലാഗടിച്ചു. കൂടുതലൊന്നും ഞാൻ പറയാനുള്ള. ഇല്ല, എനിക്ക് കിട്ടിയില്ല. അതായിരുന്നു ഞാൻ കൂടുതലൊന്നും പറയില്ല. ഞാൻ ഇന്ന് ഒരൊറ്റ ചാനലിൽ ഞാൻ പറയാനുള്ള അഭിനയം ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൈതു പോകും. അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. കൂടുതലൊന്നും ഞാൻ പറയാം. ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയാകുമ്പോഴത്തേക്ക് സിനിമയ്ക്കുള്ളിൽ ആക്ഷൻ കട്ട് എല്ലാം വരുന്നുണ്ട്. ഇതിൽ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ടോവിനെ അഭിനയിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സുരേഷ് കൃഷ്ണയാണ്. സുരേഷ് കൃഷ്ണൻ ഞാനിങ്ങനെ കണ്ടത് ചേട്ടായിസ് സിനിമയിലാണ് അങ്ങനെ ഒരു സ്റ്റൈലിൽ കണ്ടേക്കുന്നത്. സുരേഷ് കൃഷ്ണ പൊളിച്ചടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഓവറോൾ ഒരു ലാൽ ജൂനിയർ ടീമിൻ്റെ ഒരു സിനിമയാണ് നടികർ എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇത് ഏത് ജോണർ, ഏത് ടൈപ്പ് ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ.
ഒട്ടും ക്യാച്ച് അല്ല ഈ ഒരു കഥ വരുമ്പോൾ, പ്ലോട്ട് വരുമ്പോൾ. അതുകൊണ്ട് നമ്മളെ പടത്തിലേക്ക് അത്ര എൻഗേജ് ചെയ്യിപ്പിക്കുന്നുമില്ല. പിന്നെ നായകന് ചേഞ്ചസ് വരാനുള്ള കാരണങ്ങൾ വളരെ സില്ലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സിനിമാ ഫീൽഡിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ നോർമൽ ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമുക്ക് ഒട്ടും ഒരു കണക്ഷൻ കിട്ടില്ല ആ ഒരു കാര്യങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ പടം ജസ്റ്റ് ഒരു 1 ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാം. ഒരു 2.5 മണിക്കൂറുള്ള ഒരു ആർട്ട് ഫിലിം ആ ഒരു രീതിക്ക് കണ്ടിരിക്കാം. കാരണം ടെക്നിക്കൽ സൈഡെല്ലാം ടോപ്പ് നോച്ചാണ്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം വളരെ നല്ല സ്റ്റൈലിഷായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗാണ് പടത്തിന്. നല്ല പെർഫോമൻസ് വൈസ് ആയാലും ടോവിനോ, അനൂപ് മേനോൻ, സുരേഷ് കൃഷ്ണ ഇവരെല്ലാം വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് നമുക്ക് കണ്ടിരിക്കാം. വളരെ ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണിത്. അതുകൊണ്ട് പടം എങ്ങനെ പുറത്ത് ബോക്സ് ഓഫീസിൽ വരും, വർക്കാവും എന്നെനിക്കൊരു ഐഡിയ ഇല്ല. നല്ല മൂവി, കാരണം നല്ല അടിപൊളി. ടോവിനോ തോമസിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഇതുവരെ കാണാത്ത ടോവിനോ തോമസിൻ്റെ ഡേവിൽ പഠിക്കൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു, കാരണം ടോവിനോ തോമസ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായില്ല. നമുക്ക് ടോവിനോ തോമസിൻ്റെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു നിർഭാഗ്യവശാൽ നമുക്കത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാത്തൊരു പടം മിന്നൽ മുരളി. കാരണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടോവിനോ തോമസിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത ഫസ്റ്റത്തെ പടം ഇത് തന്നെയായിരിക്കും. അത് മാറ്റിവെച്ച, അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല. കാരണം അത് നമുക്ക് എന്തോ നിർഭാഗ്യവശാൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ല, അറിയാലോ. അത് മാറ്റിവെച്ച ടോവിനോ തോമസിൻ്റെ ഏറ്റവും ലൈഫിലുള്ള ഏറ്റവും നല്ല ഒരു പടം, ഫീച്ചറിലെ പടം ഇത് തന്നെയായിരിക്കും, ഉറപ്പാണ്. കാരണം നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിൽ, നമ്മളെ സ്വന്തം പേഴ്സണാലിറ്റിയുടെ മെസ്സേജ് ഉണ്ട്. കാരണം നമ്മൾ ഏത് മേഖലയിലും സിനിമയല്ല, ഈ സിനിമാക്കാരുടെ കഥ പറയും നല്ലത്. കാരണം നമ്മൾ ഏതൊരു ഫീൽഡിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നമ്മളൊരു പേഴ്സണാലിറ്റി ഇതുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കാന്നുള്ള രീതിയിൽ നല്ലൊരു മെസ്സേജ് ഇതിൽ വരുന്നുണ്ട്. ഫാമിലി ആയിട്ടാണ്, ഫാമിലിയാണ്. പിന്നെ അത്യാവശ്യം നമ്മളിപ്പം ഈ ന്യൂ ജനറേഷൻ ഏതൊരു ഫീൽഡിലേക്കും പോകാൻ പോകുന്ന പുതിയ തലമുറകളുണ്ടാവും, അവർക്ക് ഏറ്റവും നല്ല മെസ്സേജ് ഉണ്ട് ഇതിൽ. കാരണം ഏതൊരു മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിലും സിനിമയായാലും എങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ഈ ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് പേഴ്സണാലിറ്റി ക്ലിയർ ആക്കാന്നുള്ള രീതിയിലുള്ള നല്ലൊരു മെസ്സേജ് ഇതിൽ നൽകുന്നുണ്ട്. കാരണം ഫാമിലിക്കും ഇഷ്ടപ്പെടും, അത്യാവശ്യം പുതുതലമുറക്കും ന്യൂ ജനറേഷനും ഇഷ്ടപ്പെടും. നല്ലൊരു പടമാണ്. ഭാവനയുടെ അഭിനയം, ഭാവന ഒരുപാട് ഗ്യാപ്പിന് ശേഷം വരുന്നതാണ്. കാരണം ഭാവന കുറേ നാളുകൂടി വരുന്നതാണ്. പക്ഷേ ഭാവനയ്ക്ക് ഈ സിനിമയിൽ ഭാവനയുടെ ക്യാരക്ടറിന് വലിയൊരു ഇതില്ല, കുറവാണ്. ചെറിയ ടൈമിംഗ് ആണ്, എന്നാലും നന്നായിട്ടുണ്ട്. ഭാവന നന്നായിട്ടുണ്ട്. തീർച്ചയായും. കാരണം 2.5 മണിക്കൂർ സമയം പോയി അറിഞ്ഞില്ല. 2.5 മണിക്കൂർ നമുക്ക് നല്ലപോലെ എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. നല്ലപോലെ എൻ്റർടൈൻ ചെയ്ത് കാണാം. കാരണം ഒട്ടും ലാഗില്ലാത്ത പടമാണ്. നന്നായിട്ട് സീരിയസായി നന്നായിട്ട് ജയിക്കും, ഉറപ്പായാലും ജയിക്കും. ധൈര്യത്തോടെ വന്ന് ടിക്കറ്റ് എടുത്ത് കാണാം. എൻ്റെ ഉറപ്പാണ്, ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്ത് വന്ന് കാണാം.